പ്രദേശമായ കൊടുങ്ങിയൂർ രക്തസാക്ഷിയായ ഷഹീദ് ഫൈസലിന്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള RSS ക്രിമിനലുകളെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഈ പ്രതിഷേധ പ്രകടനത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യ രാജ്യം ഒരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണെന്ന് നായിക് രാമാനം ഉരുവിടുന്നവരും അത് നെഞ്ചിലേറ്റുന്നവരുമാണ് നമ്മൾ. ഒരു രാജ്യത്ത് ഏതൊരാൾക്കും അവർക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ രാജ്യം. ഞാൻ സംസാരിക്കുന്നത് എനിക്കറിയാം, സാമ്രാജ്യത്വ വിരുദ്ധ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ രണഭൂമിയായ ചമ്പാടിന്റെ മണ്ണിലാണ്. മമ്പുറം ശ്രീനാരായണ തങ്ങളുടെ മണ്ണാണിത്. പക്ഷേ ആ ആത്മാവ് ചമ്പാട്ടുകാരിൽ നിന്ന് കൊടിഞ്ഞിക്കാരിൽ നിന്ന് ചോർന്നു ചോദിക്കുന്നുവോ എന്ന് ഞാൻ ന്യായമായും സംശയിക്കുകയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഒരു മതം വിശ്വസിച്ചതിന്റെ പേരിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇന്ന് 3ാമത്തെയോ അല്ലെങ്കിൽ 4ാമത്തെയോ സംഭവമാണ്. മഞ്ചേരി കോടതിയുടെ വരാത്തയിൽ വെച്ച് ഇടവണ്ണ ചാത്തന്നൂരിലെ ചന്തക്കുട്ടി എന്ന് പറയുന്ന ഒരു സഹോദരി ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മഞ്ചേരി കോടതിയുടെ വരാന്തയിൽ വെച്ച് സഹോദരങ്ങളാൽ കൊല ചെയ്യപ്പെട്ടത് നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം പരപ്പനങ്ങാടിയുടെ അടുത്തുള്ള നിറമരുന്നിൽ രാധാമണി എന്ന് പറയുന്ന പെൺകുട്ടി റഹീമ ആയി പേര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ തട്ടിക്കൊണ്ടുപോവുകയും മൃഗീയമായ പീഡനത്തിന് വിധേയമാക്കപ്പെടുകയും ചെയ്തു. ഇന്ന് ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്നോ മരിച്ചിരിക്കുന്നോ എന്ന് നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. ഇവിടെയാണ് പെൺകുട്ടിയുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ യാസർ എന്ന് പറയുന്ന സഹോദരനെ RSS ക്രിമിനലുകളെ നിഷ്ഠൂരമായി വകവരുത്തുന്നുണ്ട്. ഈ സംഭവങ്ങളിലൊക്കെ മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും പേരുകേട്ട മലപ്പുറം ജില്ലയിൽ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ അന്യായമായി ആക്രമിക്കപ്പെടുകയോ വീടുകൾ കൊള്ളയടിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരി അപമാനിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. നമുക്കറിയാം, മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും വലിയ നിലവിൽ പഠിപ്പിക്കുന്ന ആളുകളാണ് നമ്മൾ. മാത്രമല്ല, യാസിർ സാഹിബിന്റെ കൊലപാതകത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ നമ്മുടെ ജനാധിപത്യ സർക്കാരും അതുപോലെ തന്നെ പോലീസറിയും ഒക്കെ ഒത്തുകളിച്ചുകൊണ്ട് അതിന് കാരണക്കാരായ ആളുകളെ കുറ്റക്കാരല്ല എന്ന് കണ്ട് പല ആളുകളെയും വിട്ടയച്ചത് നമ്മൾ വേദനയോടുകൂടിയാണ് വായിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ളത്. നമ്മുടെ രാജ്യം ഏതൊരു ദിശയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാരത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള നിയമം നടപ്പിലാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും കോടതികളും ആയി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു. യാസിർ സാഹിബിനെ വകവരുത്തുന്നതിന് കൊലപ്പെടുത്തുന്നതിന് ആരോപണ വിധേയരായിട്ടുള്ള അല്ലെങ്കിൽ അതിപ്രതിയായിട്ടുള്ള RSSന്റെ ജില്ലാ നേതാവ് തന്നെയാണ് കൊടിഞ്ഞൂരിലെ ഫൈസലിനെ കൊലപ്പെടുത്തുന്നതിനും നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്ന് പത്രമാധ്യമങ്ങളിലൂടെ പോലീസ് ഭാഷകളിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, നിയമം അതിന്റെ ശരിയായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ രാജ്യത്തെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളെ ന്യായമായും ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള ശിക്ഷാ നടപടികൾ നടപ്പിലാക്കാൻ ഭരണകൂടവും പോലീസും കോടതിയും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, യാതൊരു കാരണവശാലും രാജ്യത്തെ അക്രമവും ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷത്തിന്റെ പേരിൽ ആളുകളെ മരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല. പക്ഷെ നമ്മുടെ രാജ്യം ഇന്ന് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഈ സമുദായത്തിന്റെ ഒപ്പം ചേർന്നിട്ട് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മൾ തന്നെ കൈക്കൂലി കൊടുത്തും മക്കളെ കെട്ടിക്കാൻ പണം കൊടുത്തും സൗഹാർദ്ദം സ്ഥാപിച്ചിട്ടുള്ള നമ്മുടെ രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ പണം വാങ്ങി നമ്മുടെ സൗഹൃദം നടിച്ച് നമ്മളെ പഞ്ചായടിച്ച് നമ്മളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ. കൊടിഞ്ഞിയിൽ നടന്നിട്ടുള്ള സർവകക്ഷി സമ്മേളനത്തിൽ
നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ എത്ര മനോഹരമായിട്ടാണ് നമ്മളെ സൂചിപ്പിച്ചിട്ടത്. മലപ്പുറം ജില്ലയിലെ മതേതര മതസൗഹാർദ്ദത്തിന്റെയും മതേതര പാരമ്പര്യത്തിന്റെയൊക്കെ കഥകൾ പറഞ്ഞ് നമ്മളെ നല്ലോണം പൊലിമ കയറ്റി നമ്മൾ നന്നായി പുതിയന്മാരാവുകയും ചെയ്തു. ഈ പ്രദേശത്തുള്ള ആളുകൾ 48 മണിക്കൂർ കൊണ്ട് പ്രതികളെ പിടിക്കുന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് പറഞ്ഞത്. ഇവരുടെ വാച്ച് ഏത് ഡിസ്ട്രിക്റ്റിനേക്കാൾ നടക്കണമെന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ 19-ാം തീയതിയാണ് ഫൈസൽ കൊല്ലപ്പെട്ടത്. ഇന്ന് നാളേക്ക് 2 ആഴ്ച കഴിയാൻ പോവുകയാണ്. പക്ഷെ ഇപ്പോഴും യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാനോ നിയമക്രമങ്ങൾ കൊണ്ടുവരുവാനോ നമ്മുടെ ഭരണകൂടം, നമ്മുടെ പോലീസ് തയ്യാറായിട്ടില്ല. മാത്രമല്ല, യഥാർത്ഥ പ്രതികളെ രക്ഷിക്കുന്നതിന് RSSുമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് മലപ്പുറം ഡിവൈഎഫ്ഐയും ഈ കേസന്വേഷണത്തിന്റെ ഉത്തരവാദിത്തമുള്ള CIയും അതുപോലെ തന്നെ നമ്മുടെ തിരുവനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും സംഘപരിവാരത്തിന്റെ നേതാക്കന്മാരുമായിട്ടാണ് ഇവർ ഗൂഢാലോചന നടത്തുന്നത്. ഞങ്ങൾക്ക് ഇവരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ RSSകാരന്റെ അച്ചുകൂട്ടിൽ നിന്നല്ല നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. RSSകാരന്റെ അമ്മാവിന്റെ അടുക്കളയിൽ നിന്നല്ല നിങ്ങൾക്ക് ചോറും കഞ്ഞി വെച്ചുകൊള്ളുന്നത്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന കാപ്പിയും നിങ്ങളുടെ അരയിലുള്ള വെൽപ്പുണ്ണികളുടെ കയ്യിലുള്ള ലാത്തിയും ഈ നാട്ടിലെ സാധാരണക്കാരുടെ ഓഫീസറും അതിന്റെ ചോരയും നീണ്ടുകൊണ്ടുള്ള പിടിച്ചെടുപ്പ് ഇതിലുണ്ടാകണം. ഈ നാട്ടിൽ നിങ്ങൾക്കറിയുന്ന ബോധമുണ്ട്. മലപ്പുറം ക്ഷമയെ നിങ്ങൾ പരീക്ഷിക്കരുതെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. പണിയെടുക്കുവാൻ സാധിക്കൊണ്ടിരിക്കുകയാണ്. നിയമത്തിൽ പങ്കെടുക്കാനാണ് വിചാരിക്കുന്നത്. അതില്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ RSSനെ സഹായിക്കുന്ന, RSSന്റെ ഒപ്പമുള്ള അവർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന, അവർക്ക് വേണ്ടി വിടുതല ചെയ്തുകൊണ്ടിരിക്കുന്ന ചേക്കുട്ടി പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ അബൂജാഹിലിന്റെ പേരക്കുട്ടികളാകരുത്. നിങ്ങൾ അബൂജാഹിലിന്റെ പേരക്കുട്ടികളാകരുത്. മന്ത്രം നിങ്ങളുടെ പേരക്കുട്ടികളാണെന്ന് തെളിയിക്കണം. 6 ചുവങ്ങുന്ന ആൺകുട്ടികളാണ് നിങ്ങളെന്ന് ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ തെളിയിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ അബൂജാഹിലിന്റെ പേരക്കുട്ടികളുടെ സ്വഭാവമാണ് പലർക്കും. ഇവിടെ ചില ആളുകൾ വന്നിട്ട് പ്രസംഗിച്ചതാ, ഈ രാജ്യത്തെ ഹിന്ദു സഹോദരന്മാരുടെ വീടിന് മുസ്ലിങ്ങളെ കാവലം നിൽക്കണമെന്ന്. എന്താ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഈ മലപ്പുറം ജില്ലയിൽ തന്നെ പലപ്പോഴും RSSകാർ മുസ്ലിങ്ങളായ പലരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു സാധാരണക്കാരായ ഹിന്ദുവിന്റെ ഒരു വേമത്തിന് പോലും ഇവിടെ ഒരു തരത്തിലുള്ള പോറലുകളും ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ വക്കാലത്ത് നടത്തിയത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ്? നമുക്കറിയാം, പണ്ട് അശ്വിനികുമാർ എന്ന് പറയുന്ന RSSകാരൻ കണ്ണൂർ ജില്ലയിൽ കൊല്ലപ്പെട്ടപ്പോ അശ്വിനികുമാറിന്റെ വീട്ടിൽ പോയിട്ട് ആ RSSകാരന്റെ പ്രതാവിന്റെ പുഷ്പം തടകിയിട്ട് NDFനെതിരെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്ന് പ്രസംഗിച്ചവന്റെ, അത് പറഞ്ഞവന്റെ പിന്തലമുറയാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ്, RSSനൊപ്പമാണ് എന്ന്. നിങ്ങൾ ആരെയാ പേടിക്കുന്നത്? RSS ഇന്ത്യ രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തിന് ഈറ്റുള്ളമാണ്, പോറ്റുള്ളമാണ് എന്ന് നമുക്കറിയാം മലപ്പുറം ജില്ല. പക്ഷെ അതിനെ തകർക്കുവാൻ ശ്രമിക്കുന്ന RSSനെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം ഈ രാജ്യത്ത് ജനാധിപത്യപരമായ ജനകീയമായ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും സംഘടിപ്പിക്കുന്ന ആളുകളെ അവരെ ഒറ്റപ്പെടുത്തുവാനും മാറ്റി നിർത്തുവാനും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ കിടന്നു ശ്രമിച്ചിട്ടുണ്ട്. ഫൈസല് സൗദിയിൽ നിന്ന് മടങ്ങി വന്നപ്പോ അദ്ദേഹം ആ നാട്ടിലെ പ്രമാണിമാരോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന്. എന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് അവിടുത്തെ പല രാഷ്ട്രീയ പ്രമുഖരോടും മഹല്ല് കാരണവന്മാരോടും പല പ്രമാണിമാരോടും പറഞ്ഞിട്ടുണ്ട്. RSSകാരനെ കൊലപ്പെടുത്തുമെന്ന് അദ്ദേഹത്തിന്റെ മാതാവ് മീഡിയയും ചാനലിലും പരസ്യമായി പറഞ്ഞു. എന്റെ കുട്ടിയെ കൊല്ലുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, അറുത്ത് ഞങ്ങൾ വാരുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഫൈസലിന്റെ മാതാവ് ചാനലിലൂടെ നമ്മളോടൊക്കെ പറഞ്ഞല്ലോ, എന്റെ കുട്ടിയെ കൊന്നതിന് നേതൃത്വം കൊടുത്തത് അവിടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ജയപ്രകാശാണ്, അതുപോലെ തന്നെ RSSന്റെ നേതാക്കന്മാരാണ്. പക്ഷെ നമ്മളെ ഡിവൈഎസ്പിക്ക് മാത്രം ഇവരുടെ സംഘടനയുടെ പേരറിയില്ല. കാരണം ഇയാൾ ആ കൂട്ടത്തിൽ നിന്ന് വന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മളിപ്പോ, അല്ലേ? ഡിവൈഎസ്പിക്ക് RSS ആണ് എന്ന് പറയാൻ, ഫൈസലിനെ കൊലപ്പെടുത്തിയത് ഹിന്ദു സംഘടനകളാണ് പറഞ്ഞത്. ഈ രാജ്യത്ത് വർഗീയ കലാപുണ്ടാക്കാനാണ് അയാൾ ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ മലപ്പുറം ജില്ലയിൽ ഒരു കുഴപ്പമില്ല, ഉണ്ടാകാൻ നമ്മളൊക്കെ സമ്മതിക്കില്ല. യഥാർത്ഥ ഹിന്ദുക്കളും യഥാർത്ഥ മുസ്ലിങ്ങളും തമ്മിൽ മലപ്പുറം ജില്ലയിൽ ഒരു കുഴപ്പമില്ല, ഉണ്ടാകാൻ നമ്മൾ സമ്മതിക്കില്ല. ഉറക്കളിച്ച് നമ്മൾ കാവലിരിക്കും. പക്ഷേ RSSകാരൻ തെറ്റൂരം കളിച്ചാൽ, നാടകം കളിച്ചാൽ RSS ഹിന്ദുവല്ല എന്ന് തിരിച്ചറിയണം നമ്മൾ. RSSകാരനെ പിടിച്ചു കെട്ടാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് മലപ്പുറം ജില്ലയിലുണ്ട്. കൊടുങ്ങൂരിലെ നിങ്ങൾക്ക് വയ്യതിലുകൾ പറഞ്ഞാൽ മതി, ഞങ്ങളെ അടുപ്പിക്കൂല എന്നുള്ളവർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ ചെയ്യുക, ഞങ്ങളെ കാണട്ടെ. കേസൊന്ന് മര്യാദക്ക് നടത്ത്. ഇത്രയും ദിവസമായിട്ട് എല്ലാ സ്വാധീനങ്ങളുമുള്ള നിങ്ങൾ ഈ പോലീസുകാരന്റെ പഞ്ചാരടി കേട്ട് അതിലിങ്ങനെ സുഖിച്ചു നിൽക്കുന്നതിന് പകരം നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി അവരോട് ചർച്ച നടത്തി കേസിന്റെ അന്വേഷണ ഗതികളെ കുറിച്ച് വിലയിരുത്തി അത് എന്തിനാ രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലൊരു വിഷയമുണ്ടാക്കുമ്പോൾ അവിടെ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിൽ നീതി നിർവഹണം നടപ്പിലാക്കുവാൻ നമുക്ക് ഉറപ്പുവരുത്തുവാനാണ്. അല്ലാതെ അവിടെ പോയിട്ട് ഒരു സമ്മേളനം നടത്തി ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് നിങ്ങളാരും കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞു പോകാനാണെങ്കിൽ നമുക്കെന്തിനാ കൂട്ടം രാഷ്ട്രീയ പാർട്ടികൾ? നാളെ ഇന്ന് ഫൈസലാണെങ്കിൽ ഈ മലപ്പുറം ജില്ലയിൽ ഇന്ത്യ രാജ്യത്ത് പതിനായിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഈ തൗഹീദിന്റെ പ്രകാശത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ ആളുകൾ മുഴുവൻ RSSകാർ മലപ്പുറം ജില്ലയിൽ തന്നെ എത്ര ആളുകളെ ഇസ്ലാമിന്റെ വെളിച്ചമായി വന്നിട്ടുണ്ട്. ആ വന്ന RSSകാർ ഈ രീതിയിലാണ് പെരുമാറുന്നത് എങ്കിൽ ഇത് ആദ്യത്തെ അനുഭവമല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. ആദ്യത്തെ അനുഭവമല്ല RSSകാരെ ഇസ്ലാം സ്വീകരിച്ച ആളുകളെ കൊലപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ശക്തമായ ഒരു നിലപാട്, ഒരു നടപടി നമ്മൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ RSS നമ്മളെ പിടിച്ചു കെട്ടിയിട്ടില്ല എങ്കിൽ യാതൊരു സംശയവുമില്ല അത് ഈ രാജ്യത്ത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഗുജറാത്തല്ല, ഇത് കേരളമാണ്, ഇത് മലപ്പുറം ജില്ലയാണ്. ആര്യങ്ങന്നത്തിന്റെ ആദിമുസ്ലിമാരുടെ വലിയ കോടുമറക്കാവിയുടെ മന്ത്രം ശ്രീതലവി തങ്ങളുടെ പേരക്കുട്ടികളാണ് ഞങ്ങളുടെ രക്തം ഇപ്പോഴും ഒരു കുഴപ്പവും പറ്റാതെ ആ സാമ്രാജ്യത്വ വിരുദ്ധ ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ ഞങ്ങൾ പോരാടിയതിന്റെ രക്തം, ഞങ്ങളുടെ പിതാമഹന്മാരുടെ രക്തം ഇപ്പോഴും ഞങ്ങളുടെ സിരകളിൽ ബാക്കിയുണ്ട്. ഞങ്ങളുടെ രാജ്യത്തെ നിയമത്തെ മാനിക്കുന്നു, മാന്യന്മാരായ പോലീസുകാരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. RSSകാരെ പോലീസല്ല, അതിന്റെ അപ്പുറത്തുള്ളവരാണെങ്കിൽ ശരി, കരുവേപ്പിലയുടെ വില പോലും ഞങ്ങൾ കൽപ്പിക്കുക, ഞങ്ങൾ പരിഗണിക്കുന്നില്ല. RSS ആണ് പോലീസെങ്കിൽ നിങ്ങൾ കാക്കിയാണ് ധരിച്ചിട്ടുള്ളത്, കാവിയല്ല. കാക്കിയോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, നിങ്ങളോട് ഞങ്ങൾക്ക് ആദരവുണ്ട്, ഞങ്ങൾ അനുസരിക്കും. നിങ്ങൾ പോലീസാകുമ്പോ നിങ്ങൾ RSS ആയാൽ RSSന് മനസ്സിലാകുന്ന ഒരു ഭാഷ ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ആ ഭാഷയിൽ ഞങ്ങൾ സംസാരിക്കും. RSSന് മനസ്സിലാകുന്ന ഭാഷ ഇന്ത്യ രാജ്യത്ത് അത് പഠിപ്പിച്ചിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടാ. ആ ഭാഷ പഠിപ്പിക്കാൻ, അത് പറയുവാൻ ഞങ്ങളെ നിർബന്ധിക്കരുത്. ഈ പ്രതിഷേധ റാലിയിൽ ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനമായ ഒരു ആവശ്യം അതാണ്. യഥാർത്ഥ കുറ്റവാളികൾ, നിങ്ങൾ ഡമ്മി പ്രതികളെ കുത്തിത്തിരികെ കയറ്റാൻ നടക്കുമ്പോ എല്ലാവർക്കും ഡമ്മിയാണല്ലോ, ഒറിജിനൽ എവിടെയും കിട്ടാനില്ല. എന്നിട്ട് ഡബ്ബികളെ കാണിച്ചിട്ട് എന്നിട്ടോ ഈ കേസ് നടത്തുന്ന, ഇതിൽ നേതൃത്വം കൊടുക്കുന്ന, അത് നിയന്ത്രിക്കുന്ന നാട്ടിലെ പ്രമാണിമാരൊക്കെ എവിടെ കൂട്ടരെ? ഈ ഡമ്മി പ്രതി ഒരുത്ത സ്റ്റേഷനിൽ വന്നിട്ട് പറയാ ഞാനാണ് കൊന്നത്, ഞാനാ കൊന്നത് നിർത്തുന്നത് സമ്മതിക്കാം. അവ കൂട്ടത്തിലെ മറ്റേ പോലീസുകാർ അമ്മയ്ക്കോട്ടെ, ഇങ്ങനെ ആർക്കും എന്തും പറയാൻ പറ്റുമോ? എന്നിട്ട് അവസാനം ഇത് ഈ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു പല സംഘടനക്കാർക്കും കേസ് നടത്തി പരിചയം ഉണ്ടാവില്ല. ഓലിതൊക്കെ വന്നിട്ട് ഞാനാ പ്രതി പറഞ്ഞാൽ അത് മതി എന്നൊക്കെ അവർ നിങ്ങൾ സമ്മതിക്കും.
പക്ഷെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കാർക്ക് അറിയാം എങ്ങനെ കേസെടുക്കേണ്ടത്. ഒരുത്തം വന്നിട്ട് ഞാനാണ് പ്രതി എന്ന് പറഞ്ഞാൽ പിന്നെ അത് കോടതിയിൽ വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ വക ഒരു നാടകവും ഇവിടെ വേണ്ട. പോലീസുകാരെ ഇവിടെ വേണ്ട. ഡിവൈഎസ്പിയോടും സിഐനോടാണ് ഞങ്ങൾ പറയുന്നത്, ആ വക നാടകങ്ങളൊന്നും ഇവിടെ വേണ്ട. ഇവിടെ നിങ്ങളെ മര്യാദക്ക് ശരിയായ രീതിയിൽ ന്യായമായ രീതിയിൽ കേസ് അന്വേഷിക്കണം. ഇത് മലപ്പുറം ജില്ലയാണ്. ഈ മലപ്പുറം ജില്ലയിൽ മതസൗഹാർദ്ദം നിലനിൽക്കണം. ഇത് ഇന്ത്യ രാജ്യത്തിന് മാതൃകയായ ജില്ലയാണ്. ലോകത്ത് തന്നെ മതസൗഹാർദ്ദത്തിന് മതേതരത്വത്തിനും മാതൃകയായ ജില്ലയാണ് മലപ്പുറവും മലപ്പുറത്തിലെ മുസ്ലിങ്ങളും. കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും മലപ്പുറം ജില്ലയിൽ പുറത്ത് മുഴുവൻ ആളുകളും സംസാരിക്കുന്നത് മലപ്പുറം ജില്ലയുടെ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ചാണ്, ആതിഥ്യ മര്യാദയെ കുറിച്ചാണ്. ഞങ്ങൾക്ക് ജാതിയും മതവും പരിഗണന നോക്കാതെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്നേഹിച്ചവന് ഞങ്ങൾ ചങ്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ വഞ്ചിച്ചവന്റെ ചങ്ക് തെറിച്ച പാരമ്പര്യവും നാട്ടുകാർക്കുണ്ട്. ഞങ്ങളുടെ ചങ്ക് പറിച്ചവരുടെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നത്, നിങ്ങൾക്ക് ആളറിയില്ല എന്നുള്ള ബേജാറ് കൊണ്ടാണോ? ആരൊക്കെ പ്രതി അറിയാത്തത് കൊണ്ടാണോ? നാരായണനും പ്രകാശനും അങ്ങനെ കുറച്ച് ആളുകളെ പേര് മാത്രമേ അറിയുള്ളൂ. അല്ല, ഞങ്ങൾക്കറിയാം ആരൊക്കെയാണ് പ്രതി എന്നുള്ളത്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വാ, ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ ഞങ്ങളെ കൂടെ വാ, ഞങ്ങൾ കാണിച്ചു തരാം എവിടെയല്ലേ എന്നത്. നിങ്ങൾക്കല്ലേ തെരഞ്ഞെടുപ്പ് കിട്ടാത്തത്? നിങ്ങൾ തെരഞ്ഞിട്ട് കിട്ടണതാണ് നല്ലത്, ഞങ്ങൾ തെരഞ്ഞിട്ട് കിട്ടാതൊക്കെയാണ് നല്ലത്. കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങളെ കൊണ്ട് നിങ്ങൾ തെരയിപ്പിക്കരുത്. നിങ്ങൾ തെരയുന്നുണ്ടെന്നുള്ള സമാധാനത്തിലാണ് ഞങ്ങൾ. പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെന്താ വിചാരിച്ചത്? എട്ടാളുകളെ ഗൂഢാലോചനക്കാരെന്ന് പറഞ്ഞ് സ്റ്റേഷന്റെ അകത്ത് കയറ്റിയത് എന്തിനാണെന്നറിയുന്നത്? ഓർക്ക് സർക്കാർ ചെലവിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ്. സർക്കാർ ചെലവിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നിങ്ങൾക്കറിയാലോ. അല്ലാതെ ഓലകൾ കുറ്റവാളികളാണെന്ന് വിചാരിച്ചിട്ട് ഓരോടുള്ള പ്രതികളോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ക്രമസമാധാനം നടപ്പിലാകണമെന്നുള്ള സ്നേഹം കൊണ്ട് പിടിച്ചുകൊണ്ടല്ലാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നമുക്കറിയാം നമ്മുടെ രാജ്യം, ഈ രാജ്യത്തെ ജനങ്ങളെ അത്തരത്തിലുള്ള തെറ്റായ വഴികളിലേക്ക് നീങ്ങുവാൻ, വൈകാരികമായ തലങ്ങളിലേക്ക് നീങ്ങുവാൻ ഭരണകൂടം ശ്രമിക്കരുത്. അവരെ തെറ്റായ വഴികളിലേക്ക് ജനങ്ങളെ നയിക്കരുത്. രാജ്യത്തെ ഭരണകൂടം നീതി നിഷേധിക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ അരക്ഷിതബോധമുണ്ടാകും. അരക്ഷിതബോധമുണ്ടായാൽ ആളുകള് നിയമം കയ്യിലെടുക്കും. അത് രാജ്യത്ത് സമാധാനത്തിന് ഭംഗമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, കേരളം പല കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കൊലപാതകങ്ങളിലൊക്കെ പോലീസ് പല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട്, സർക്കാരുകൾ പല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ നാദാപുരത്ത് ഷിബിൻ എന്ന് പറയുന്നൊരു CPMന്റെ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. എന്താ ഉണ്ടായത്? എല്ലാ പ്രതികളെയും പോലീസ് വളരെ വേഗത്തിൽ ആട്ടിപ്പിടിച്ച് മുസ്ലിം ലീഗിന്റെ എല്ലാ ആളുകളെയും, അത് ഉത്തരവാദികളെന്ന് പറയുന്ന ആളുകളെയൊക്കെ അവർ പിടിച്ച് കൂട്ടിലടച്ചു. മാത്രമല്ല 25 ലക്ഷം രൂപ കേരള പോലീസും ഗവൺമെന്റും ഒന്നിച്ചു നിന്നുകൊണ്ട് അന്നത്തെ UDF ഗവൺമെന്റ് 25 ലക്ഷം രൂപ ഷിബിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി കൊടുത്തു. ഇവിടെ ഫൈസൽ എന്ന് പറയുന്ന സഹോദരന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ, ഈ രാജ്യത്തിലെ ജനങ്ങളുടെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ നാട്ടുകാരുടെ മുഴുവൻ ആവശ്യവും അതാണ്. ഫൈസലിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം. അത് കൊടുക്കണം. പിണറായി മോദിക്ക് പഠിക്കരുത്. പിണറായി മോദിക്ക് പഠിക്കരുത്. ലെനിന് പഠിക്കും, സ്റ്റാലിന് പഠിച്ചു, എംഗൽസിന് പഠിച്ചു, മാർക്സിന് പഠിച്ചു, മുസോളിനിക്ക് പഠിച്ചു, ഹിറ്റ്ലർക്ക് പഠിച്ചു. ഒക്കെ പോരാഞ്ഞിട്ട് ഇപ്പൊ പിണറായി മോഡിക്ക് പഠിക്കാൻ നിൽക്കുക. മോഡിയെ കണ്ട് ഡൽഹിയിൽ പോയി ചർച്ച നടത്തി വന്നതിന് ശേഷം കേരളത്തിൽ വന്ന പിണറായിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം നമ്മൾ കണ്ടു. ഒരു ശംസുദ്ദീൻ ബാലത്തി എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ, അയാള് എന്തോ പ്രബോധനപരമായി പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് UAPA. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യ രാജ്യത്തിന് മുഴുവനും ഇന്ത്യക്ക് പുറത്തും വർഗീയ വിദ്വേഷം ശ്രമിക്കുന്ന പ്രസംഗം നടത്തിയിട്ടുള്ള ശശികല ടീച്ചർക്കെതിരെ ഒരു UAPAയും ഇല്ല. ഇവിടെ കേരളം ഭരിക്കുന്നത് ആരാ? പിണറായി വിജയന. RSSകാരനല്ല, CPMകാരനാണ്. മാർക്സിസ്റ്റുകാരെ നിങ്ങളെ പുറത്തുനിന്ന് തപ്പി നോക്ക്. നിങ്ങളൊക്കെ മാർക്സിസ്റ്റാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ നിങ്ങൾക്ക് അഭിമാനമുണ്ടോ എന്ന്? രാജ്യത്ത് 2 തരത്തിലുള്ള നീതി നടപ്പിലാക്കുകയാണ്. മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോ ഇടതുപക്ഷ ഗവൺമെന്റ് തെറ്റായ രീതിയിൽ അവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന RSSന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. ഈ നിലപാട് തിരുത്തണം. ഫൈസലിന്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിൽ കൊണ്ടുവരണം. ഡമ്മികളെയല്ല, യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരണം. അത് നിങ്ങൾക്ക് തോന്നുമ്പോ കൊണ്ടുവന്നാ പോരാ.
ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ അതിന് തയ്യാറാവണം. കാരണം ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ ഒരു അരക്ഷിതബോധമുണ്ട്, അഗ്നിപർവ്വതമുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ ഒരു അഗ്നിപർവ്വതമുണ്ട്. രാജ്യത്തെ നീതി നടപ്പിലാക്കപ്പെടുമെന്ന, ന്യായം നടപ്പിലാക്കപ്പെടുമെന്ന, രാജ്യത്തെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഈ ഭരണകൂടത്തോടും ഈ പോലീസ് അധികാരികളോടും. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, കേസന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ RSSന്റെ ശാഖയിലും RSSന്റെ നേതാക്കന്മാരുടെ വീട്ടിലൊക്കെ പോയിട്ടുള്ള ചായ കൂടി ഒന്ന് അവസാനിപ്പിക്കണം. എന്നിട്ട് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ പണി ചെയ്യണം. നിങ്ങളുടെ പണി നിങ്ങൾ കൃത്യമായി ചെയ്ത് യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ നമ്മുടെ രാജ്യത്തെ നീതി മരിച്ചിട്ടില്ല, നിയമം അവസാനിച്ചിട്ടില്ല, ഈ രാജ്യത്തെ മതസൗഹാർദ്ദത്തിന് കാവൽ നിൽക്കുന്ന പോലീസുകാരുണ്ട് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ കേസന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ മാതാവ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടത്രേ, നമ്മൾ പത്രത്തിലൂടെ വായിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറുകണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ ഏതൊരാൾക്കും മുസ്ലിം ആവാം, ഹിന്ദു ആവാം, കമ്മ്യൂണിസ്റ്റ് ആവാം, കോൺഗ്രസ് ആവാം, ലീഗ് ആവാം, SDP ആവാം, ആർക്കും അവരെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. പക്ഷെ അതിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടത്തുന്നത് ആദർശത്തെ ആയുധം കൊണ്ട് നേരിടുന്നത് ഭീരുക്കളാണ്. നിങ്ങളുടെ ഭീരുക്കളെ നിങ്ങൾ ഭീരുക്കളുടെ മാളങ്ങളിൽ നിന്നിട്ടാണ് ഈ സമുദായത്തിന് നേരെ കല്ലെറിയുന്നത്. നിഷ്പക്ഷമായി നീതി നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഇനിയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി രംഗത്ത് വരും. ഞങ്ങളിത് അവസാനിപ്പിച്ചിട്ടില്ല. ഈ ഒരൊറ്റ റാലി കൊണ്ട്, ഈ ഒരു പ്രകടനം കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിച്ചില്ല. ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ തുടങ്ങുകയാണ്. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ രാജ്യത്തെ ജനങ്ങളെ അരക്ഷിതാവസ്ഥയുടെ മുൻമുനയിൽ നിർത്തി RSSന്റെ പിട്ടൂരത്തിനനുസരിച്ച് നിങ്ങൾ കുഴലുണ്ടാൽ നിന്നാൽ അത് രാജ്യത്ത് അപകടങ്ങൾ ഉണ്ടാക്കും, രാജ്യത്ത് കുഴപ്പങ്ങളുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായി നീതിയുക്തമായി കേസന്വേഷിക്കുവാനും യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. ഗൂഢാലോചന കേസിൽ ആളുകളെന്ന് പറഞ്ഞിട്ട് ആ ആളുകളെ മുഴുവൻ നിങ്ങൾ അറസ്റ്റ് ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നു. മാത്രമല്ല, ഫീസ് സ്കൂളുകൾ എന്ന് പറയുന്ന കേരളത്തിലെ സമാധാനപരമായി വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ മതവിരുദ്ധമായി എന്തൊക്കെയോ പഠിപ്പിക്കുന്നു എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളമുള്ള ഫീസ് സ്കൂളുകൾ നിങ്ങൾ അടച്ചു പൂട്ടിപ്പിച്ചു പിണറായിയുടെ പോലീസ്. കൊടിഞ്ഞിയിൽ ഫൈസലിനെ കൊലപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചന നടന്നത് വിദ്യാനികേതൻ സ്കൂളിലാണ്, RSSകാർ നടന്ന സ്കൂളിലാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ആ വിദ്യാനികേതൻ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് പോലീസുകാര്, ആ ഗൂഢാലോചന നടന്നത് അവിടെയാണ് എന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അവിടെയുള്ള ആളുകളാണ്, ആ സ്ഥാപനം നടത്തുന്ന ആളുകളാണ്, ഗൂഢാലോചനയിലെ പ്രതികളെ എന്നും പറയുന്നു. പക്ഷേ ആ സ്കൂൾ അടച്ചുപൂട്ടുവാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല, പോലീസ് തയ്യാറായിട്ടില്ല. ഇതൊക്കെ എന്ത് സൂചനകളാണ് രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നത്? RSSകാരൻ എന്തും ചെയ്യാം, RSSകാരന് എവിടെ വെച്ചും ഗൂഢാലോചന നടത്താം. മുസ്ലിങ്ങളെ യാതൊരു തരത്തിലുമുള്ള ഒരു അവകാശ സമരങ്ങൾ നടത്തിക്കൂടാ, ന്യായമായ അവകാശങ്ങൾ ചോദിച്ചുകൂടാ. അങ്ങനെ ചോദിക്കുന്നതൊക്കെ ദേശവിരുദ്ധമാവുക, അത് വർഗീയവാദമാവുക. അതിന്റെ പേരിൽ അവരുടെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കുക, അവരുടെ സമ്പത്തുകൾ കൊള്ളയടിക്കുക, സമ്പത്ത് കണ്ടുകെട്ടുക, എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? UAPA പ്രകാരം കേസെടുത്ത് മുസ്ലിം സമുദായത്തെ ഭീഷണിപ്പെടുത്തുക. ഇപ്പോ നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളതുപോലുള്ള സംഭവങ്ങൾ ഇനി നമ്മുടെ രാജ്യത്ത്, കേരളത്തിലെ പോലീസിന് കൈകൂലി പിണറായി അത്തരത്തിലുള്ള ഒരു പോലീസ് രാജ് നടപ്പിലാക്കുവാൻ, അതായത് ഉത്തരേന്ത്യൻ മോഡലിലുള്ള ഒരു പോലീസ് രാജ് കേരളത്തിൽ നടപ്പിലാക്കുവാനുള്ള ശ്രമമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ ശക്തമായ ജനകീയ പ്രതിരോധം മാത്രമാണ് അതിനുള്ള പോംവഴി. നമ്മൾ ഭീരുക്കളെ പോലെ മാളങ്ങളിൽ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ AC റൂമിൽ നിന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമില്ല. ജനങ്ങൾ നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങണം. ഈ ഭരണകൂടങ്ങൾ ഒരിക്കലും നമ്മുടെ അവകാശങ്ങൾ വെള്ളിത്തളികയിൽ വെച്ച് നമ്മുടെ കൈകളിൽ തരികയില്ല. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാർക്ക് ഇനി വിശ്രമമില്ല. അവരുടെ ഉറക്കവും ഒഴിച്ച് ജീവനും ജീവിതവും സമർപ്പിച്ചുകൊണ്ട് ഫൈസലിന്റെ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ അവർക്ക് വിശ്രമമില്ല, അവർക്ക് ഉറക്കമില്ല എന്ന് ഈ റാലി ഇവിടെ ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ സഹോദരങ്ങളോട് പറയുവാനുള്ളത്, നാം ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പ്രജകളാണ്. നാം ഒരുത്തരുടെയും അടിമകളല്ല. നമ്മൾ ഈ രാജ്യത്തിലെ പൗരന്മാരാണ്. നമ്മൾ ഒരുത്തന്റെയും ഓസാരത്തിൽ ജീവിക്കുന്നവരല്ല.
നമ്മുടെ അവകാശങ്ങൾ ഭരണഘടനാദത്തമാണ്. അത് ഔദാര്യമല്ല. ആ ഔദാര്യമല്ലാത്ത അവകാശങ്ങളെ പിടിച്ചു വാങ്ങുവാൻ നാം തെരുവിലിറങ്ങിയിട്ടില്ലെങ്കിൽ ഈ രാജ്യം അരക്ഷിതാവസ്ഥയിൽ നിന്ന് കൂടുതൽ ഭീകരമായ അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് ഈ സംഘപരിവാരത്തിന്റെ പ്രവർത്തകരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ചില ടെസ്റ്റ് ഡോസുകളൊക്കെ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, മലപ്പുറം ജില്ലയിൽ 1993 ശ്രീകാന്തി എന്ന് പറയുന്ന RSSകാരൻ താനൂരിൽ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. അത് മുസ്ലിങ്ങളാ ചെയ്തത് എന്ന് വരുത്തി തീർത്തുകൊണ്ട് കലാപം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഫൈസലിന്റെ കൊലപാതകത്തിലൂടെ മലപ്പുറം ജില്ലയിൽ ഒരു കലാപം സൃഷ്ടിക്കുക എന്നതാണ് RSSന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയും അവരുടെ വീടുകൾ കയറി അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. RSSൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള പലരും പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്ത് കലാപമുണ്ടാക്കുന്നതിൽ RSS ലക്ഷ്യമിടുന്നത് മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളെ കൊള്ളയടിക്കുവാനും അവരുടെ വീടുകളെ കയ്യേറുവാനും അവരുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുവാനും ഒക്കെയുള്ള പരിശീലനം അവർക്ക് ശാഖകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് RSSകാർ സഹോദരങ്ങളാണെന്ന് പറയുന്നവരോട്, RSSന്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ സമുദായത്തിന്റെ ശത്രുക്കളെ നമ്മൾ തിരിച്ചറിയണം. ഈ സമുദായത്തിന്റെ ശത്രുക്കൾ അവർ മുസ്ലിങ്ങളുടെ മാത്രം ശത്രുവല്ല, അവർ ഇന്ത്യ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. അവർ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ശത്രുവാണ്. അവർ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളുടെ ശത്രുവാണ്. RSSകാർ ഹിന്ദുക്കളല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. RSSകാർ ഹിന്ദുക്കളല്ല, അവർ ക്രിമിനലുകളാണ്. അവരുടെ ഭരണഘടന ബെഞ്ച് ഓഫ് തോട്ടും അതുപോലെ തന്നെ നാം നമ്മുടെ ദേശീയ നിർവചിക്കുന്നത് എന്ന് പറയുന്ന പുസ്തകമാണ്. അതിൽ പറയുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും രാജ്യത്തിന്റെ ശത്രുക്കളാണ്. ഈ 3 വിഭാഗത്തിനും എതിരായ സംഘടനമാണ് സംഘത്തിന്റെ രൂപീകൃത ലക്ഷ്യം. RSS ഉണ്ടാക്കിയത് മുസ്ലിങ്ങളെ കൊല്ലാനാണ്. RSS ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലാനാണ്. RSS ഉണ്ടാക്കിയത് ക്രിസ്ത്യാനികളെ കൊല്ലാനാണ് എന്ന് അവരുടെ ഭരണഘടനയിൽ പറയുന്നു. എന്നിട്ടും നമ്മളെ കൂട്ടത്തിലെ ചില ചേക്കുട്ടിമാർ RSSകാരെ അവരുടെ സ്വന്തം സമുദായത്തിന്റെ വേദികളിൽ വിളിച്ചിരുത്തി അവർക്ക് മാന്യത കൊടുക്കുകയാണ്. ഇത് അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. RSS രാജ്യത്തിന്റെ ശത്രുവാണ്, സമുദായത്തിന്റെ ശത്രുവാണ്. RSSകാർ ഹിന്ദുക്കളല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. സംഘപരിവാരത്തിന്റെ ആളുകളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ കൂടിയിരിക്കുന്ന ജനസഞ്ചയം, അവർ രക്തസാക്ഷ്യം, അവർ ജീവിതത്തെക്കാൾ കൂടുതൽ മരണത്തെ സ്നേഹിക്കുന്നവരാണ്. ജീവിതത്തെക്കാൾ കൂടുതൽ അവർ മരണത്തെ സ്നേഹിക്കുന്നവരാണ്. അവർ പായയിൽ കിടന്ന് സുഖമായി ഉറങ്ങി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായാൽ ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ആളുകൾ അവർ മരിച്ചു എന്ന് പറയരുത്. അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുകയും അവർക്ക് ഭക്ഷണം നൽകപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന സുന്ദരമായ ഖുർആനിന്റെ ആ വാഗ്ദാനത്തെ കാത്തിരിക്കുന്നവരാ ഷഹീദ് ഫൈസൽ ഞങ്ങൾക്ക് മുന്നേ കടന്നുപോയി. ആ വാഗ്ദത്തം നിറവേറ്റിക്കൊണ്ട് ഞങ്ങൾ ആ വരിയിലെ ഊനം കാത്തു നിൽക്കുകയാണ്. ഓരോരുത്തരും ഈ രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരെ പോരാടി, ഈ രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരെ പോരാടി സംഘപരിവാരത്തിന്റെ RSSകാരന്റെ അവസാനത്തെ RSSകാരന്റെയും ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിച്ചിട്ടല്ലാതെ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യക്ക് വിശ്രമമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രക്തസാക്ഷ്യം അത് ഞങ്ങളുടെ ജീവിതാവിൽ ആവശ്യമാണ്. നിങ്ങളെപ്പോലെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് RSSന് വേണ്ടി വാളും കത്തിയുമെടുത്ത് പോരാടി മറ്റുള്ളവരുടെ കത്തിക്കരയായി ജീവൻ പോയാൽ അടുത്ത ജന്മത്തിൽ പട്ടിയോ പൂച്ചയോ ആയിട്ട് ജനിക്കേണ്ടി വരും. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷ്യം സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ് എന്ന തിരിച്ചറിവുള്ള ഒരു സമൂഹത്തോട്, മരണം ആഗ്രഹിക്കുന്ന ഒരുത്തരോട് നിങ്ങൾ മരണത്തെ കാട്ടി ഭയപ്പെടുത്തരുത്. വാളും കത്തിയും കാട്ടി നിങ്ങൾ നുർക്കോലിക്കുട്ടിയെ നീന്തം പഠിപ്പിക്കരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചോരച്ചാലുകളിൽ നീന്തി കടന്നു വന്നവരാ. സൂര്യനെ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുന്നിൽ തലകുനിക്കാത്തവരാണ് ഞങ്ങൾ. പിന്നെയാണോ ഒരു ചായ കച്ചവടക്കാരന്റെ മുന്നിൽ തലകുനിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കേവലം ഒരു മക്കാനിക്കാരന്റെ മുന്നിൽ ഞങ്ങൾ അത്രേ കാണുന്നുള്ളൂ. മോഡിയല്ല, അമിത്ഷായല്ല, അതിന്റെ മുകളിൽ ആരുണ്ടെങ്കിലും രാജ്യത്തിന്റെ ശത്രുക്കളാണവർ. ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ശത്രുക്കളാണവർ. ഈ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളുടെ ശത്രുക്കളാ. മോഡിക്കെതിരെ സംസാരിച്ചാൽ കേസെടുക്കട്ടെ. മോഡിക്കെതിരെ സംസാരിച്ചാൽ കേസെടുക്കും. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്.
ഈ രാജ്യത്ത് തെറ്റായ നയങ്ങളുള്ള ഭരണാധികാരികളെ വിമർശിക്കുവാൻ ഭരണഘടന അനുവാദം തന്നിട്ടുണ്ട്. രാജ്യത്തെ ജനങ്ങളെ അടിമകളാക്കുവാനും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുവാനുമുള്ള സംഘപരിവാരത്തിന്റെ ശ്രമങ്ങൾക്കെതിരെ അവസാനത്തെ ഈ പോപ്പുലർ ഫ്രണ്ട് കാരണം രക്തസാക്ഷിയാകുന്നതുവരെ സമരമുഖത്ത് നിന്ന് ഞങ്ങൾ പിന്മാറുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.